നീ ഇങ്ങനെ വിളിക്കുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഏതാ വണ്ടി എന്തെങ്കിലും പറ. ആൾക്കാരോരും ചോദിക്കുമ്പോൾ ഞാൻ ബബ്ബ പിടിച്ചോണ്ടിരിക്കുക. വണ്ടിയുടെ ആനിവേഴ്സറി എപ്പോഴാ, എത്ര പെറ്റു, എന്തൊക്കെയാ അവർ ചോദിക്കണത്? എടാ ഇങ്ങനെയൊക്കെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കണേ. നീ എന്റെ പേരിൽ വണ്ടി വിറ്റേ ഇപ്പൊ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി എനിക്ക് വല്ല കള്ളക്കടത്തോണ്ട് പോകും. അമ്പോ അത് പൊളിച്ച്. എടാ നീ വണ്ടി പോയ എയർപോർട്ടിലേക്ക് വിട്ടെ, അവൻ വന്നിട്ടും. എയർപോർട്ടാ? ആര്? നമ്മുടെ ജോയ്മോൻ. എന്തിന്? ഞാൻ പറഞ്ഞില്ല അവൻ ഇന്ന് എടുത്തു. അവൻ ഫ്ലൈറ്റ് കയറുന്നതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കുപ്പി എടുക്കണ്ടേ? എന്തിന്? നല്ല കനഡിയൻ സ്കോച്ച് ഹോട്ടൽ അവൻ വരുന്നത്, നമുക്കത് കടിച്ച് ജില്ലായിട്ടേക്കാം. അടിപൊളി. എടാ വലിയ പരിപാടിയാണോ? ഏയ് ചെറിയ പരിപാടി. അപ്പൊ നീ പൊളിക്ക്, ഞാനൊന്നുമില്ല. എന്താണ്? എടാ നാളെ രാവിലെ തൃശ്ശൂർ എനിക്ക് വേറെ വണ്ടി നോക്കാൻ പോകാനുള്ളതാണ്. പാർട്ടിക്കൊക്കെ വന്ന പരിപാടി എടുക്കൊന്നുമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോണേ. അത് മതി. നിന്റെ വീട്ടിൽ തന്നെ പരിപാടി? എന്റെ വീട്ടിലാ? അല്ല, അവൻ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ പറഞ്ഞ നിന്റെ വീട്ടിലേക്കാക്കി. ഒന്ന് പോവാടാ, അത് ശരിയാവുന്നില്ല. പിന്നെ എന്റെ വീട്ടിൽ പാർട്ടി, അതോ എന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താൻ പോണം. ഇവിടെ സാധാരണ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഒരു സൈഡിൽ അവനും ഉണ്ടാവും, പിന്നെ ഒരു കേക്ക് കട്ട് കഥ. എടാ നാളെ രാവിലെ എനിക്കും ക്ലിനിക്കിൽ പോകണം. റിസോർട്ടിൽ പോയി കിടന്നാവൊന്നും ശരിയാവൂല. നാളെ അത്യാവശ്യം ബുക്കിങ്ങുള്ള ദിവസം. വാപ്പ പോയില്ലെങ്കിൽ സീനാക്കും. നടക്കണ കാര്യം പറ ഫൈസല, അത് നടപടിയാവുന്നില്ല. പിന്നെ എടാ അവൻ കാനഡയിൽ നിന്ന് ഡെയിലി വിളിക്കും. ഫോൺ വിളിച്ച വെക്കൂല ഈ വധൂരി. അവിടെ ഭയങ്കര ഏകാന്തതൊക്കെയാണെന്ന് പറയണത്. പിന്നെ ഡിപ്രഷന്റെ ചില സിംറ്റംസ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അടിപൊളി. എടാ അതെനിക്കൊരു പേടി. നമ്മുടെ പഴയ ഫ്രണ്ട് അല്ലേ അവൻ, വന്നിട്ട് പോട്ടാ. ഫ്രണ്ടാ? എടാ അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. എനിക്കവിടെ പണ്ടേ കണ്ടുകൂടാ. അവൻ എന്താന്ന് അവന്റെ വിചാരം? അവൻ ജനിച്ചു വിടുമ്പോ തന്നെ തൊണ്ടക്കാരണ്ടിയാണ് അവൻ വായില്. നിയമണ്ട് കൂടെ മുതലാക്കിയതല്ലേ എന്ന് വെച്ച് ഞാൻ ഇപ്പോഴും സഹിക്കണവരാ. എടാ ഞാൻ ഡീസന്റ് ആയിട്ട് ഡീൽ ചെയ്തോളാം, നീ കൂടെ നിന്നാ മതി. എടാ അത് ശരിയാവൂല ഫൈസലേ, അത് എല്ലാം ശരിയായിക്കോളും. പ്ലീസ്, ഒറ്റ നൈറ്റത്തെ കാര്യമുള്ളൂ. പ്ലീസ് എടാ. എന്തായാലും അമ്മയുടെ കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരും. അതൊക്കെ ഞാൻ കേട്ടോ. എന്റെ സ്കോച്ച് കടിച്ച് പൊളിക്ക് ഞാൻ. ഹലോ, നിങ്ങൾ എവിടെയാ? പാർക്കിങ്ങില്ല. ഞാൻ വിചാരിച്ചു എന്നെ പിക്ക് ചെയ്യാൻ നിങ്ങളോട് വന്നിട്ടുണ്ടാവും. വരാം. നാളെ പോകണ്ട് തൃശ്ശൂര്. അത് നമ്മുടെ ജോയിമാനല്ലേ? ഞാൻ വിളിക്കാട്ടോ. എന്തൊക്കെടാ ഒരു മാറ്റിലോട്ടോ അവന്. നീ ചുമ്മാ വന്നിറങ്ങിയപ്പോ തന്നെ ഡാർക്കാക്കല്ലേ? നിനക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്. ജോയ്മാനെ, ഡോക്ടർ ഫൈസൽ. അതന്നെ എന്റെ പൈസ. വന്നേ, ഞാൻ എന്റെ കുട്ടനെ ഒന്ന് കാണട്ടെ. എത്ര കാലം നിന്നെ കണ്ടിട്ട്. നിനക്കൊരു മാറ്റമില്ല. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ ആവുന്നില്ല. ബെൽറ്റ് ഒക്കെ ഇട്ട് നെഞ്ചില് രോമൊക്കെ വന്ന്. ഡോക്ടറാ ഇത്? അതന്നെ ഓർമ്മയുണ്ടല്ലേ? ചെറുതായിട്ടൊക്കെ ചെറുതായിട്ട് മതി. നല്ല ടാക്സി ഫീൽ ഉണ്ടല്ലോ. സമ്പത്തെ, നിനക്ക് എന്താ പരിപാടി? കൊറേ പരിപാടി ഉണ്ടാ. പ്രീമിയം കാർ സെല്ലിംഗ്, പ്രോപ്പർട്ടി സെല്ലിംഗ്, അങ്ങനെ മറിച്ചടി. പണ്ട് 500 രൂപയുടെ MP3 പിള്ളേർ എനിക്ക് 5000 രൂപയ്ക്ക് വിറ്റ മുതലല്ലേ നീ ആ ഫീൽഡിൽ തന്നെ പച്ച പിടിച്ചല്ലോ. ഐ എം പ്രൗഡ് ഓഫ് യു. കേക്ക് ഞങ്ങളിതാ പുറത്തോട്ട് വരുന്നു. ഇതാ വന്നോണ്ടിരിക്കുക. അതാ വണ്ടി കയറി. വെയിറ്റ് ചെയ്തു. ഇതാ വരുന്നു. ആരാടാ? ഫുൾ ഓഫ് സർപ്രൈസസ് ആണ്. ഒന്നും നോക്കണ്ട. സർപ്രൈസ് പിന്നല്ല, ഞെട്ടിക്കും നമ്മൾ. അടിപൊളി. കളർ ഡ്രസ് ഒരു മഴവില്ലാണ്. മഴവില് ആകാശത്തിലെ താഴത്ത്. വണ്ടി വന്നേക്കണടാ. നീ വെടി വെക്കടാ. ദൈവമേ, ഇവനേതാണ്? ഇവൻ തേവരയിലെ ഐറ്റം കൊടുക്കണ വെച്ചാ കൊടുക്കത്ത ഇത് സാധനം കൊടുക്കടാ. എന്താണ് പിന്നെ കൊച്ചൊക്കെ കണ്ട ഫുൾ പവറാണ്. പറന്നാള് പോണ ഫ്രണ്ട്സ് ആന്ന് തോന്നുന്നുണ്ടാ. പണിയാകരുത് മതി. പൊളി സാധനം. മിലിറ്ററിക്കാരനും കാണണ്ട, കൊത്തിക്കൊണ്ട് പോവും. കനലെങ്കിലും കട്ടേക്കാണ്. എല്ലാം ഇത് കൊണ്ടല്ലോ. എവിടെയാടാ? ഇങ്ങോട്ടേക്കാണല്ലോ. വണ്ടിയിലേക്ക് പോസ്റ്റ് അല്ലെങ്കിൽ നമ്പർ കാത്തിരിക്കും. പോയിട്ടോ. ബർത്ത്ഡേ ആണ്. ഓക്കെ നോക്കാം.
അതെ ആ നിനക്കെങ്ങനെ അവനെ പരിചയം? ഞങ്ങൾ FB-ല് തിക്ക് ഫ്രണ്ട്സാ. ഞാൻ എന്ത് ഫോട്ടോ ഇട്ടാലും അവൻ കമന്റ് ഇടും. നല്ല സ്നേഹമുള്ള പയ്യനാ. അത് എങ്ങനെ സ്നേഹിക്കണ്ട, കൊറേ ഭാഗത്തെടുക്കേണ്ട ഒരു കൂട്ടാ. ജോയ്മനെ ആ പെട്ടിയിലെന്താടാ? നമുക്കുള്ള കുപ്പി. അപ്പൊ നീ കാനഡ ഒന്നും കൊണ്ടുവന്നില്ല? ഞാൻ നാട്ടിലെ സാധനം അടിക്കാനല്ലേ വന്നത്. സ്ക്വാച്ച് തേച്ച് വെള്ളം വെക്കാതെ എല്ലാവർക്കും ഉണ്ട്. തിന്നെ ഇട്ടിച്ചോ. ജാതിയാ ബഡ്ഡിന്ന് സൂക്ഷിക്കണം. നമുക്കൊന്ന് നോക്കാടി. ആ കൊച്ചുകുഞ്ഞേ, കോട്ടയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടേ, ഏതൊക്കെ വിറ്റിച്ച് ഞാൻ കാശങ്ങോട്ട് എത്തിച്ചേക്കാം. കൊച്ചിന്റെ പ്രസവമൊക്കെ എടുത്തിരിക്കുകയല്ലയോ. ആ നീ ഇങ്ങനെ കുമിളി കൂടെ കൂട്ടുകാരും കൂടെ കൂടി മലമണ്ട കൂടെ കറങ്ങിയടിച്ച് നടക്കാതെ നീ വരുന്ന വഴി വീട്ടിലൊക്കെ ഒന്ന് വന്നിട്ട് പോ. നിന്റെ പെമ്പ്രം നോത്തിക്കൊരു സന്തോഷമെങ്കിലും ആവട്ടെ. ആയിക്കോട്ടെ അച്ചായോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ആ നീ പോരുമ്പോഴേ എന്നാ ചായോ? നമ്മുടെ ആ മത്തായിച്ചൻ്റെ അവിടെ നിന്ന് 2 കുപ്പി മറ്റവനും കൂടി വാങ്ങിച്ചോണ്ട് പോയി. അതൊക്കെ എപ്പോഴേ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ആ ആയിക്കോട്ടെടോ ചോദിച്ചു കുഞ്ഞേ. ശരി ശരി. ചാച്ചാ ചാച്ചാ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വരാം. പെർഫെക്റ്റ്. ആ ചേച്ചി എവിടെ സെറ്റ് ഉണ്ട്? എന്ത്? അല്ല സാധനങ്ങൾ ബർത്ത്ഡേക്കുള്ള. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മാക്സിമം അക്ഷയ് കുമാർ ബർത്ത്ഡേ പാർട്ടി ജോയ്മോൻ സാറിൻ്റെ ഇവിടെയല്ല. ഇതല്ലേ? അച്ഛനോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ സർപ്രൈസ് പോലെ നന്നായിരിക്കും. ചാച്ചാ അതിന്റെ ശബ്ദം ഇച്ചിരി കുറച്ചേ. എന്താ മോളെ? സാർ ആ ഒച്ച ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ. ഞങ്ങളെത്തി മാക്സിമം. എന്തോ അഡ്രസ് എന്തോ മാറിപ്പോയതാ. എന്താ കാര്യം? അല്ല ഏട്ടാ, ഈ അഡ്രസ്സ് ഇവിടെയല്ലേ? ഇത് ഇവിടെയല്ല, നമ്മുടെ സമ്പത്തിന്റെ വീടാ അവിടെ. ഓ ഓ ഓ ഓ ഓ സോറി, താങ്ക് യു. ആ അപ്പുറത്തെ വീട്ടിൽ വന്ന ഏതാണ്ട് ബർത്ത്ഡേ പാർട്ടി എന്താണ്ട. ഇതെന്താ പരിപാടി? നീ സമ്പത്തിന്റെ കല്യാണം വല്ലതും ആണോ? ഏയ് ഇതിവിടെങ്ങുമല്ല. നിങ്ങൾ അപ്പുറത്തൊക്കെ അന്വേഷിച്ചാ? അന്വേഷിച്ചു. ജോയ്മോൻ സാറ് ഈ ലൊക്കേഷൻ തന്നെയാണല്ലോ അയച്ചെന്ന്. ഇത് അമ്മയുടെ മോനല്ലേ? ഇതിലേത്? ഇതിൽ വലുത്. ഏയ് എൻ്റെ മോൻ ഇങ്ങനെയൊന്നും അല്ല. എൻ്റെ മോനെ എന്നെ പോലെയാണ്. ശരിയായി, നിങ്ങളെ പോലെ ഇല്ല. ഇതിപ്പോൾ അവിടെയല്ല ഇവിടെയല്ല, ഇതിപ്പോൾ എവിടെയാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കാത്ത. സാർ വെൽക്കം ടു ഇന്ത്യ. നമസ്തേ. യാത്രയൊക്കെ ഉണ്ടായിരുന്നു സാർ. ഞാനങ്ങ് പേടിച്ചില്ലാണ്ടായിപ്പോയി. ഇപ്പൊ സമാധാനം. ഇവിടെ എന്താണ് പരിപാടി? അത് ഇവന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ആണ്. അതിന് നീ ഏതാണ്? ഞാൻ ജോയ്മോൻ. ഇവരാരും പറഞ്ഞു കേട്ടിട്ടില്ലേ? പറഞ്ഞു കേട്ടിട്ടില്ല. അയ്യോ, ഞാൻ സമ്പത്തിനോട് 10 പഠിച്ചേ. ആണോടാ? ആ അതെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി മാത്രം കാനഡ. ഇവനെ നിങ്ങളുടെ കൂട്ടത്തിലൊന്നും മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
അന്ന് ഞാൻ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അതൊക്കെ പണ്ടമ്മേ, പക്ഷെ ഇപ്പൊ നേഴ്സ്, ഞാൻ ഡോക്ടർ. പക്ഷെ ഞാൻ കാനഡ, ഇവൻ കാക്കനാട്. അടി ഞാൻ ജയിച്ചു. ആ വണ്ടി വരച്ചവന്റെ ബർത്ത്ഡേക്കുള്ള സാധനമാണോ? അല്ല സാറേ, എല്ലാ സാധനം ഇങ്ങോട്ടുള്ളതല്ല, ബർത്ത്ഡേകൾ മാത്രമേ ഇവിടെ. അത്രേ ഉള്ളൂ, ചെറിയ സെറ്റപ്പ്. അത് കൊള്ളാല്ല. കുറച്ച് ലൈറ്റ്, കുറച്ച് ബൾബ്, കുറച്ച് കളറൊന്നും ഇല്ലാതെ ബർത്ത്ഡേ. പിന്നെന്ത് ബർത്ത്ഡേ? പൊളിക്കണം നമുക്ക്. പൊളിക്കില്ലേ? അപ്പൊ ഞാൻ എന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കട്ടെ. ആ സാധനം പെട്ടെന്ന് ഇറങ്ങിയോ. ഇറങ്ങിയോ. ഇതെന്റെ വീട്. ഐശ്വര്യ എന്നെ ഓർമ്മയില്ലേ? നമ്മള് ജൂനിയർ പരിപാടിയൊക്കെ ബർത്ത്ഡേ, അത് മറക്കരുത്. സ്വന്തം മാറരുത്. കേറി വാട്ടോ. ചെല്ല് ചെല്ല്. ബൾബ് ഇട്ടോണ്ട് നാട്ടുകാരെ അറിയിച്ച് കള്ളു കുടിക്കാനുള്ള ഓരോ പരിപാടി. അപ്പൊ സാറേ ഹാപ്പി. ഇപ്പൊ പറയല്ലേ രാത്രി 12 മണിക്ക് ശേഷം. അല്ല, എന്താ മോന്റെ പേര്? ജോയ്മോൻ. ഞാൻ കുഞ്ഞുമോൻ. അപ്പൊ സെറ്റ്. സെറ്റ്. ചേട്ടൻ വരണം. തീർച്ചയായിട്ടും പോണം, കുളിക്കണം, വരണം. അത്ര ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കേ. ഓക്കെ. ഓശിനടി. എടാ വേണ്ട, ഞാൻ എടുത്തോളാം. നീ എനിക്ക് വേണ്ടി. നിനക്ക് വേണ്ടി പാടുകളാണ് എനിക്ക് വേണ്ടി. എന്ത് കഷ്ടപ്പാട്. വേണമെന്നില്ലായിരുന്നു. ബാക്കി പെട്ടി നീ എടുക്കൂലേ? അല്ല ഇപ്പൊ എന്റെ കനേഡി പെട്ടി. എനിക്ക് കനലിന്റെ പെട്ടി മതി. ഞാൻ കൊല്ലും. എന്റെ സ്വത്തിന് ഇനി ഒരു അവകാശി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല. എന്നെ കൊല്ലല്ലേ നന്ദച്ച, എന്നെ കൊല്ലല്ലേ. എനിക്ക് നന്ദച്ചന്റെ സ്വത്തും ഗുണം ഒന്നും വേണ്ട, സ്നേഹം മാത്രം മതി. ഞാൻ നിന്റെ ഡാഡി അല്ല. തെരുവിൽ നിന്ന് വന്ന നിനക്ക് അമ്പാടി തറവാട്ടിൽ അവകാശം പറയാൻ എന്ത് യോഗ്യത? നന്ദൻ വർമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകളില്ല. നന്ദച്ച, നീ മരിക്കണം. എന്നെ കൊല്ലല്ലേ നന്ദച്ച, കൊല്ലല്ലേ. നീ മരിക്കണം. ഞാനൊരു പാവാ. കൊച്ചിനെ കൊന്നു കളഞ്ഞോടി. ഹായ്. ആ നന്ദവർമ്മ ആനാരെ കൊച്ചിനെ കൊന്നടി. ആന്റി, ഞാൻ രതീഷ്. രതീഷ്. നന്ദവർമ്മ ജയിലിൽ നിന്ന് വരുന്ന സീനുണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കോരിത്തെരിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റി എല്ലാം കാണാറുണ്ടല്ലേ? എല്ലാ എപ്പിസോഡും കാണും, 2 തവണ. സമ്പത്തെ അളിയ ഇറങ്ങി വാടാ. എടാ, ഇത് നമ്മുടെ ഇവിടുത്തെ രതീശല്ലേ? ആ സീരിയലിലേക്കുള്ള പരിചയം. ഇവരെന്താ ഇവിടെ? ഹോ, ഇവന്മാരൊക്കെ കണ്ടിട്ട് എത്ര നാളെ എന്നറിയോ? രതീഷ്, എന്തൊക്കെയുണ്ടാ വിശേഷം? സുഖാളിയാ. എന്താണ്, ഷൂട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡാ ഫേസി, നീ ആകെ മാറിപ്പോലടാ. നീ ആകെ മാറിപ്പോലെ അല്ലേ? എന്താടാ ഒരു മുന്നറിപ്പില്ലാണ്ട്? ഡാ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ? ആ ബർത്ത്ഡേ. നീ വന്നല്ലോടാ. എടാ നീ വിളിച്ചാ ഞാൻ വരാതിരിക്കടാ. നിനക്ക് കാനഡയിലൊക്കെ എന്നാ ഫാൻസ് അറിയാമോ? പിന്നല്ലാതെ പെട്ടെന്ന് കേറി വന്നപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. പേടിച്ചില്ലേ? പേടിക്കണം. ഇതിപ്പോ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനാണ് നന്ദപ്പനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട്. ഓ സോ സാഡ്. അല്ല അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ CBSE പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത്ര കോണ്ടാക്ട് ഒന്നും ആരുടെ കൂടെ വെക്കാൻ പറ്റിയില്ല. എടാ സമ്പത്തെ, നിനക്ക് ഇതുപോലത്തെ നല്ല കൂട്ടുകാരും ഉണ്ടല്ലേ? വാ വാ, മേളിലിരിക്കാം. This is the happiest day of my life. Let's have party. Come on. നമുക്ക് മുകളിൽ 2 അടിക്കാം. വാ, ഇഷ്ടംപോലെ ഉണ്ട്. വാ, അമ്മ വരുന്നില്ലേ? വരുവാ. എടോ മാടിക്കുഞ്ഞ്, ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിലുണ്ടാവുന്നത് ഞാൻ കരുതിയില്ലടോ. എന്റെ കൂടപ്പുറപ്പ് മാത്രമല്ലടോ പോയത്, എന്റെ ചാച്ചന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ. അപ്പൊ എനിക്കൂടെ ശരി, ഇനി അങ്ങോട്ട് ചെല്ലും. ഞാൻ ഈ വണ്ടി ഒന്ന് ഒതുക്കി വെച്ച് വരാം. ശരി.
അച്ചായോ കരയാതെ മോളെ, ആരായാലും തമ്പുരാൻ വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ? ചാച്ചനോട് ഇച്ചിരി സ്നേഹമുള്ളോണ്ട് നേരത്തെ വിളിച്ചു കരുതിയാൽ മതി. സമാനിക്ക്. നീ ഇങ്ങനെ കരഞ്ഞ വയറ്റുള്ളതിനെ കൂടി വിഷമിപ്പിക്കല്ലേ? ആർക്കറിയാം, കിടക്കണ ചാച്ചൻ തന്നെയാണ് വരാൻ പോകുന്നുണ്ട്. കൊച്ചിനെ മുന്നിലേക്ക് കൊണ്ടു കൊണ്ടു അച്ഛാ പോയി പോരാൻ കേട്ടോ. ഇതൊക്കെ എടുക്കുക ആരോട്? മാണിക്കുഞ്ഞ് ഇരിക്കണോ? എന്നെ എന്നൊക്കെ പഠിപ്പിച്ച ആളെ കിടക്കുന്നതെന്നറിയാമോ? റബ്ബർ വെട്ടും ഡ്രൈവിങ്ങും നല്ല തന്നെയായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വെച്ചാൽ ലീവിന് വരുമ്പോ എല്ലാവർക്കും പേടിയാ, ആരും മുന്നോട്ട് പോകാനാ. എന്നാലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എവിടെയൊക്കെ കൊണ്ടുപോയിട്ടെന്നറിയോ എന്നെ? ഇടയ്ക്ക് എന്നെ പഠിപ്പിക്കാനൊക്കെ നോക്കി. എനിക്ക് എന്തെങ്കിലും വകതിരിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതങ്ങനെ കാരണം. എടാ മോനിച്ചൻ മോനിച്ചൻ വരുമോ? പിന്നെ വരാതുകൊണ്ട് അവന്റെ അപ്പനല്ലേ അവിടെ കിടക്കുന്നത്. അല്ല, ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പം അവൻ പറയുമോ ഷീറ്റ് അടിക്കാനുണ്ട് പിന്നെ വിളിക്കാൻ. ഒരപ്പൻ്റെ മരണവാർത്ത അറിയുമ്പോൾ ഒരു മകൻ ഇങ്ങനെയാണോ പറയുന്നത്? താൻ എന്നെ വർത്താനോട് പറയുന്നേ. അവൻ എന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കും. എന്റെ ചെറുക്കനല്ലേ അവൻ. വരാതെ പിന്നെ ഞാൻ അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞിട്ട്
അച്ഛൻ ഞാൻ പ്ലാത്തോട്ടത്തിന് കൊച്ചുഞ്ഞാ. ആ പറ കൊച്ചുഞ്ഞേ, എന്നെ ഗൾഫിൽ നിന്ന് റോയി വിളിച്ചായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറ്റാക്കായിരുന്നല്ലേ? അതെ അച്ചു. ഞാനിപ്പോ അരമന വരെ ഒരു ആവശ്യത്തിന് വന്നിരിക്കുക. നാളെ രാവിലെ കുമ്മളിയിൽ എത്തത്തുള്ളൂ. മതി അച്ചു. അല്ലെങ്കിലും രാത്രിയിൽ വയറ്റിലുള്ള കൊച്ചിനെ കൊണ്ട് മല കയറാൻ വയ്യ. അതാ നല്ലത്. നേരെ ഇങ്ങ് കൊണ്ടുവന്നെച്ചാ മതി. കാണാനുള്ള ഒരു പള്ളിയിലോട്ട് വരട്ടെ. എന്നാത്തിനാ ഈ 2 പരിപാടി? ആയിക്കോട്ടെ. ആ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അച്ചോ അതൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം അച്ചോ. ആ, എന്നാ ശരി കൊച്ചുഞ്ഞെ. ശരി അച്ചോ. ചേട്ടാ, അല്ല പുറത്ത് നല്ല ഇരുട്ടല്ലേ, കുറച്ച് ട്യൂബും കസേരയൊക്കെ ഇറക്കണം. വേണം. ഈ കൊച്ചിയിലൊക്കെ ഒരുപാട് കറങ്ങിയിട്ടുള്ള ആളാ. ആരൊക്കെ എന്നതൊക്കെയാ വരാൻ പോണെന്ന് അറിയാൻ മേല. അതിനിവിടെ ആരെ അല്ല ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം കൊച്ചനെ. കൊച്ചെന്നാന്ന് വെച്ചാൽ ചെയ്യും. ശരി ശരി. മാറി കുഞ്ഞ്, എന്നാ നമുക്ക് രാവിലെ തിരിച്ചു പോവാടോ. അങ്ങനെയാവട്ടെ.